ഈ ടീച്ചറുടെ മകളെ അവരുടെ ക്ലാസ്സിലോട്ട് പയ്യൻ ക്രൂരമായി കൊല്ലുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പയ്യനാണ് അത് ചെയ്തതെന്നുള്ളതിന്റെ തെളിവും ആ ടീച്ചറിന് കിട്ടുന്നു. അങ്ങനെ ഈ ടീച്ചർ അവനോട് അതേപറ്റി ചോദിക്കുമ്പോൾ അവൻ പേടിച്ച് പെട്ടെന്ന് അവിടുത്തെ ജനൽ വഴി എടുത്ത് ചാടാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെ തിരിഞ്ഞു നോക്കി കളിയാക്കി ചിരിക്കുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് അവൻ എങ്ങനെയാണ് ആ കൊച്ചിനെ കൊന്നതെന്ന് ഒരു കൂസലില്ലാണ്ട് അവരോട് പറയുന്നു. ഇത് കേൾക്കുന്ന ആ ടീച്ചറിന്റെ ഹൃദയം പൊട്ടുന്നു. പക്ഷെ ആ ടീച്ചറിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കാരണം എനിക്ക് 18 വയസ്സാവാത്തോടെ തന്നെ ഒരു ശിക്ഷയും എനിക്ക് ലഭിക്കില്ല. ആ മർഡർ കേസ് ഒരു ആക്സിഡന്റ് ആയിട്ട് എഴുതി തള്ളപ്പെടുകയും ചെയ്തു. അങ്ങനെ ടീച്ചർ അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോകുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ പയ്യൻ ആ സ്കൂളിൽ ഒരു സ്പീച്ച് നടത്തുന്നു. വിഷയം ജീവന്റെ വിലയെ പറ്റിയാണ്. അത് കേൾക്കുന്ന എല്ലാവരും അവനിക്ക് വേണ്ടി കൈയടിക്കുന്നു. പക്ഷെ ഉടനെ തന്നെ അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു. പക്ഷെ അവൻ വിചാരിച്ച പോലെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല. സത്യത്തിൽ ഇവൻ ആ സ്കൂൾ നശിപ്പിക്കാൻ വേണ്ടി അവിടെ ബോംബ് വെച്ചേക്കായിരുന്നു. ഇവനിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അവന്റെ ഫോണിലേക്ക് ആ പഴയ ടീച്ചറിന്റെ കോള് വരുന്നു. അവൻ അവിടെ വെച്ചിരുന്ന ആ ബോംബ് താനാണ് എടുത്ത് മാറ്റിയതെന്നും അത് നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് തന്നെ അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ആ പയ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ തന്നെ അവന്റെ അമ്മയെ കൊല്ലാൻ കാരണമായല്ലോ എന്നോർത്ത് പട്ടപിടിക്കുന്നു.